അങ്ങനെ ആദ്യത്തെ പണത്തിന്റെ പെരുമഴക്കാലമൊക്കെ കഴിഞ്ഞു. മഴ ഒന്ന് തോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നെവിൻ ഒരു തവണ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് വീശിയതേ ഉള്ളൂ. എങ്കിലും കിട്ടി 350 രൂപ. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് പോലും അതിൻ്റെ അടുത്തേ കാശാവത്തോളൂ. ഈവൻ ആദിലേക്ക് പോലും 500 എങ്ങാണ്ട് നുള്ളിപ്പറക്കി തികച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 19 രൂപ വെച്ച് 10 രൂപ 10 രൂപയൊക്കെയാണ് ഇവർക്ക് കിട്ടിയത്. കൂട്ടത്തിൽ കൈ നിറയെ കാശ് വാരിയത് ഷാനവാസ് ആണോ എന്നൊരു സംശയമുണ്ട്. നമുക്കത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ശരിക്കും ഞാൻ ആ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് നെവിൻ എന്തോ വലിയ ചിട്ടത്തരം കാണിക്കാൻ പോകുന്നു, അടുത്ത കള്ളക്കളിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് കരുതിയതെങ്കിലും ഈ ഒരു ഇതിനകത്ത് നെവിൻ അത്ര ഉടായ്പൊന്നും കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്ത് പറയും, എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ടുകൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. അതായത് അവര് വാതിലിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് ഐഡിയുടെയും മിന്നലിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ അങ്ങോട്ട് കേൾപ്പിച്ച് എല്ലാവരും ഓടി. ഇവർക്ക് അറിയില്ല ആക്ച്വലി ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു ടാസ്ക് എന്ന് അവർക്ക് അറിയില്ല. മഴയൊക്കെ പെയ്യും, തെന്നി വീഴരുത് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് അനുമോളും ഒക്കെ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. 2 പൈറോമീറ്റേഴ്സ് പോലെ അതെന്തോ സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറക്കുന്നു. അവിടെ ആ പേപ്പറിന്റെ ഇടയിൽ കൂടെ, കളർ പേപ്പേഴ്സിന്റെ ഇടയിൽ കൂടെ പൈസകൾ ഇങ്ങനെ പറക്കുന്നു. എന്റെ പൊന്നെ, മൊത്തത്തിൽ 10,000 രൂപയായിരിക്കും ഈ വീഴുന്നത്. അതിൽ ഓരോരുത്തരായിട്ട് കിട്ടുന്നത് എന്താണോ അത് അവർക്ക് സേവ് ചെയ്യാം. പക്ഷേ കൂടുതലും ഈ 10 രൂപ 20 രൂപയൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അള്ളി മാന്തി പറിക്കുന്നതിനകത്ത് ഈ പറയുന്ന 10ഉം 20ഉം കൂടെ കൂട്ടിച്ചേർത്തൊക്കെ 500 രൂപ കിട്ടാൻ ചാൻസ് ഉള്ളു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഫണ്ണായിട്ട് തന്നെ ആ ടാസ്കിനെ എല്ലാവരും ഫേസ് ചെയ്തു. അങ്ങനെ ഫൈറ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല. ഓൾറെഡി ഇതുപോലത്തുള്ള ഒരു ടാസ്ക് ബോളിന്റെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും ഫണ്ണായിട്ടൊക്കെ തന്നെയായിരുന്നു ആ ബോളിൻ്റെതൊക്കെ എടുത്തത്. അതിനുശേഷം ഇതിന്റെ ഇടയിൽ കൂടെ ഫുഡ് ഉണ്ടാക്കിയത് മുട്ട കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ നെവിൻ മുട്ടയാണ് ഉണ്ടായിക്കൊണ്ട് നിന്നിരുന്നത്. അപ്പൊ മുട്ട കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരു കയ്യില് ഫുഡും അടുത്ത കയ്യില് കാശും അള്ളി മാന്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെവിൻ ഓടി ഒന്ന് ഇറങ്ങി ചാടി 2-3 എടുത്തു. എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് ചെയറിന്റെ ഇടയിൽ കീഴിലോട്ട് വെച്ചിട്ട് നൈസായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് പണം ഫുഡ്, ഇതാണ് നെവിൻ. അങ്ങനെ നെവിൻ അത് പിന്നെ അങ്ങോട്ട് നൈസായിട്ട് അതങ്ങ് ഒതുക്കി. ആരും നെവിനെ പോയി ചൊറിയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നിനും പോകണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ശരി, വലിയൊരു വഴക്കൊന്നും ഉണ്ടായില്ല. പകരം നൈസായിട്ട് കതക് തുറന്ന് ഈ പറയുന്ന കാശ് എല്ലാവരും കാണിക്കാൻ വേണ്ടി തന്നെ ക്യാമറയുടെ മുന്നിലൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ നെവിൻ ഒരു കയ്യിൽ ഫുഡുമായിട്ട് കയറി വരുമ്പോൾ ആദില അവിടെയുണ്ട്. ആദില കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചത്. എന്നിട്ട് പോക്കറ്റിലോട്ട് വെക്കാൻ നേരത്ത് നെവിൻ പറയുന്നുണ്ട്, ഞാനിത് തരില്ല എന്നിങ്ങനെ കൊഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട്. ബിഗ് ബോസ് ചോദിച്ചാലും ഞാനിത് തരത്തില്ല. ഒരു 350 രൂപ അത് ബിഗ് ബോസ് തരും, ബിഗ് ബോസ് അത് തന്നില്ലെങ്കിൽ അത് മോശമാണ്, അത്രയെങ്കിലും എനിക്ക് തരാം, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊഞ്ചിക്കൊണ്ട് കുറച്ച് ഓവർ റിയാക്ഷൻ ഒക്കെ ഇട്ടിട്ട് നെവിൻ ഇത് പറയുന്നുണ്ട്. എങ്കിലും ആദിലെ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദിലയെ മണിയടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നെവിൻ പോയി കയ്യിലിരുന്ന ആ ഒരു 350 നിന്ന് ഒരു 100ന്റെ ഒരു നോട്ട് എടുത്ത് ആദിലേക്ക് കൊടുക്കുന്നുണ്ട്. 100ആണോ 200ആണോ എന്ന് അറിയത്തില്ല, ഏതായാലും ആദിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെവിൻ വളരെ ഫണ്ണായിട്ട് ആദിലയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ എല്ലാം 3G ആയി പോയില്ലേന്ന്, എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു, ആരെങ്കിലും ബുദ്ധിയുള്ള ഒരു ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഇത്രയും വലിയ പ്ലാനൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ നെവിൻ പറയാണ്. ശരിക്കും പറഞ്ഞാൽ ആദിലയുടെ മുഖം ഒന്ന് കാണുമായിരുന്നു. ചമ്മി നാറി ചീളിപ്പോയ ഒരു മുഖമാണ്. ശരിക്കും ആദിലേക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. നൂറയെ അവിടെ നിർത്തിയിട്ട് പണപ്പെട്ടിയും കൊണ്ട് പോവുക. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് എന്തും തരണം ചെയ്യാം എന്ന് കരുതി വരുന്നവരൊക്കെ മാസവും അല്ലെങ്കിൽ ആഴ്ച കിട്ടുന്ന അല്ലെങ്കിൽ ദിവസം കിട്ടുന്ന ആ ഒരു സാലറി മനസ്സിൽ വെച്ചിട്ടാണ്. ഇതിനെ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ജോലി, 100 ദിവസത്തെ ഒരു ജോലി, ദിവസം ഇത്ര രൂപ നിങ്ങൾക്ക് ശമ്പളം. നിങ്ങൾ ആ വീട്ടിൽ വന്ന് ഒന്നും ഈ പറഞ്ഞ ഫോണൊന്നും ഉപയോഗിക്കാതെ നിന്നാൽ മതി. ചിലപ്പോൾ നിങ്ങൾ നാണം കെടും, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫെയിം കിട്ടും. ഇതിനകത്ത് ഏത് വേണമെങ്കിലും സംഭവിക്കാം. കാശില്ലാത്ത ആരും ഇത് സമ്മതിച്ചു പോകും. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു സൊസൈറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കാശ് കിട്ടുമെന്ന അർത്ഥമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ കരുതുമോ ചേച്ചിയൊക്കെ ഇതുപോലെ ഞാനിതൊക്കെ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ കാശ്, ഒരിക്കലും ഇല്ല. കുറച്ചെന്തെങ്കിലുമൊക്കെ ഫെമിലിയർ ഫേസ് ഒക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വർക്കിന് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് ഒരുപാട് കാശൊന്നുമില്ല. കാശിന് പകരം എക്സ്പെൻസ് നല്ലതുപോലെയാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കോട്ട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ, ഹൃദയ മൂവിക്കകത്ത് ദർശന പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് രാജകീയ ജീവിതവും പിച്ചക്കാരുടെ ലൈഫും അങ്ങനെ എന്തോ എന്ന് വെച്ചാൽ വലിയ കാശൊന്നും ഇല്ല, പക്ഷെ
ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര രാജകീയ ലൈഫാണ്, ആൾക്കാർ കാണുമ്പോൾ മാത്രം, അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയൊരു സംഭവം ഒന്നും തോന്നുന്നില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ എന്തിനും റെഡിയാണ് എന്നും പറഞ്ഞിട്ട് അതൊരു അധ്വാനമാണ്, വെറും മോശമാണെന്ന് കരുതാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഈ നെവിനെ പോലെയൊക്കെ ഉള്ളവർ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വന്നു പെടുന്നത്. അല്ലാതെ ഈ നെവിനൊക്കെ ഒരു 9 to 5 ജോബിന് ടിപ് ടോപ്പ് ആയിട്ട് ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊക്കെ ഒരുപാട് പേരുണ്ട്. സോ പണം എന്ന് പറയുന്നത്, അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് പണം വരും പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പണത്തിന് ഇമ്പോർട്ടൻസ് ഒരുപാടാണ്. ഈ അനുമോള് പോലും ഏതോ ഒരു ഇന്റർവ്യൂവിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു, ഇതിനകത്തും പറയുന്നുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടുകാർ സമ്മതിക്കാതെയാണ് ഇതിന് വന്നത് എന്ന് അനുമോള് സെൽഫായിട്ട് പറയുന്നുണ്ടല്ലോ. എല്ലാവരും അൾട്ടിമേറ്റ്ലി പണവും ഫെയിമും കിട്ടാനാണ്. പണം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന നെഗറ്റീവ് ആണെങ്കിലും ആ ഒരു ഫെയിം വെച്ചിട്ട് അവർക്ക് പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കും. ഇപ്പൊ നെവിനെ കുറിച്ച് അക്ബറും സാബുമാനും ഇന്നും ലൈവിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പണം നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും പിന്നെ നമുക്ക് സമ്പാദിക്കാലോ, അതിനുള്ള ഒരു ഫേസ് വാല്യൂ, ഒരു ഫേസിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നിയെന്ന് വെച്ചാൽ എല്ലാവരും ഈ പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. കാശ് കിട്ടുക, വിൻ ചെയ്താൽ കിട്ടുന്ന കാശ്, ഇതൊക്കെയാണ് എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനും ചിലപ്പോൾ പറയാറുള്ളത്, ഒരു പരിധി വരെ നമുക്ക് ഇവരെയൊക്കെ ബ്ലെയിം ചെയ്യാൻ പറ്റും. ആ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യരുത്. ഇപ്പൊ ഈ ഒരു സീസൺ കൊണ്ട് ഏറ്റവും കൂടുതലും നെഗറ്റീവായി വളരെ മോശമായ അവസ്ഥയിൽ പോയ ഒരു വ്യക്തി മസ്താനിയാണ്. ശരിക്കും പറഞ്ഞാൽ മസ്താനിയുടെ പിന്നാലെ പോയി ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ കണ്ട നിനക്കൊന്നും വേറെ പണിയില്ലേ, അവര് വന്നു, അവരുടെ കാര്യം കഴിഞ്ഞ് അവര് പോയി അവരുടെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പോഴും പോകും കമന്റ് ഇടാൻ വേണ്ടി, കുറെ വെറുതെ ഒരു പണിയും ഇല്ലാതിരിക്കുന്നവർ. അതൊക്കെ ഭയങ്കര മോശമാണ്, ഭയങ്കര ചീപ്പാണ്. അപ്പോൾ ഏതായാലും ശരി, ഇതാണ് പെരുമഴ എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി. നിങ്ങളുടെ ഈ ഒരു ടാസ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയ വരാം. ബൈ.